പണ്ഡിത പ്രഭുക്കൾ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന കൃത്യമായ വിവരണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തുഹ്ഫയുടെ ഇബാറത്ത് മഹാനരായ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഭാഷ ഒറ്റവരി ഞാൻ വായിക്കുന്നു. ഇമാം നബവിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അൻ ഇയാൽ ആദിയാദ് തങ്ങളിൽ നിന്ന് അൽ ഇജ്മാഇനെ ഏകാഭിപ്രായത്തെ അലാ അന്നഹു ലാ യൽസമുഹാ ഫീ ത്വരീഖിഹാ സത്റു വജ്ഹിഹാ, സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ആ സ്ത്രീക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ കുലപതിയായ ഇബ്നു ഹജറാണ് തുഹ്ഫയിൽ എഴുതി വെച്ചത്. ഇജ്മാ ഉണ്ടെന്നാ പറഞ്ഞത്. വഇന്നമാ ഹുവ സുന്ന, അത് സുന്നത്താണ്. ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അവർക്കതിന് പുണ്യമുണ്ട്. ഈ കാട്ടുവളപ്പിലെ നൗഷാദിന് എന്താ സംഭവിച്ചത്? ഒറ്റ വരി കൊണ്ട് ലോക മുസ്ലിമീകളെ മുഴുവനും കബളിപ്പിക്കുകയാണ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഖാദി ഇയാദ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത്, വഴിയിൽ കൂടി പോകുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന് മുഖം മറക്കൽ നിർബന്ധമില്ല, സുന്നത്താണ്. അവിടെ അന്യപുരുഷന്മാരാരുമില്ല എങ്കിൽ, അന്യപുരുഷന്മാരുണ്ടെങ്കിൽ അവളുടെ ശരീരം മുഴുവനും ഔറത്താണ്, മറക്കൽ നിർബന്ധമാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം പഠിപ്പിച്ചതല്ലേ. അവൻ ആ സ്ത്രീക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ കുലപതിയായ ഇബ്നു ഹജറാണ് തുഹ്ഫയിൽ എഴുതി വെച്ചത്. ഇജ്മാ ഉണ്ടെന്നാ പറഞ്ഞത്. വഇന്നമാ ഹുവ സുന്ന, അത് സുന്നത്താണ്. ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അവർക്കതിന് പുണ്യമുണ്ട്, ധരിക്കാം. കാട്ടുവളപ്പിൽ നൗഷാദ് ഇപ്പൊ എന്താ ചെയ്തത്? അവന്റെ ഷെയ്ഖ് എന്ന് അവകാശപ്പെടുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഭാര്യയും കൊണ്ട് മുഖം തുറന്നിട്ട രീതിയിൽ സഞ്ചരിച്ചു. പണ്ഡിതന്മാര് ചോദിച്ചു, ഇതാണോ ഷെയ്ഖ്? ഷെയ്ഖിന്റെ ഭാര്യ ഇങ്ങനെയായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചും പറഞ്ഞു, ആ മുഖം മറയ്ക്കൽ സുന്നത്തേയുള്ളൂ എന്ന രീതിയിൽ കബളിപ്പിക്കാൻ വേണ്ടി മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ വളച്ചൊടിച്ച് കാണിക്കുകയാണ് നൗഷാദ് ചെയ്തത്. പക്ഷേ പാളിപ്പോയി, പണ്ഡിതന്മാര് പിടികൂടി.